ഒരു അടിപൊളി പത്രസമ്മേളനം കഴിഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പത്രസമ്മേളനം. എന്തായാലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ന്യായീകരണ തൊഴിലാളികളെ പോലും നാണിപ്പിക്കുന്ന ഇരട്ടത്താപ്പാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ കരാറിനെ ധൂർത്ത് എന്ന് വിളിച്ച് നിയമസഭയിലും പുറത്തും തൊണ്ട പൊട്ടി പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ അതേ ഹെലികോപ്റ്ററിൽ പറന്നു നടന്നതിന് കാരണമായി നൽകുന്ന ന്യായീകരണങ്ങൾ കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. സതീശൻ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ 4 കാര്യങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ ഉറപ്പായും വി.ഡി. സതീശന് ഉത്തരമില്ലാതെയാകുന്ന 4 കാര്യങ്ങൾ. വി.ഡി. സതീശൻ പറയുന്ന കാര്യങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ സംഘങ്ങൾ ഒട്ടനവധി ഉണ്ടാകും. കോടികൾ മുടക്കി ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിനെ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് നടത്തി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് നേടിയെടുത്ത ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സതീശൻ്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെ തന്നെ ആവശ്യമാണ്. അതിനായി ചെയ്യുന്ന കാര്യങ്ങളെ ഏത് വിധേനയും ന്യായീകരിക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരുടെ കടമയാണ്, കർത്തവ്യമാണ്. എന്നാൽ ഈ പത്രസമ്മേളനം സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ തീർച്ചയായും ഉയരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ചില ചാനലുകളിൽ എങ്കിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപ് സതീശൻ പറഞ്ഞ ആ 4 കാര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ ന്യായീകരിച്ചാലും എങ്ങനെയാണ് ന്യായീകരണമല്ലാതെയാകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. താൻ ഹെലികോപ്റ്ററിൽ പോയത് സ്വകാര്യ ആവശ്യങ്ങൾക്കല്ല, കൊച്ചിയിൽ ഒരു നിക്ഷേപക സംഘത്തെ കാണാനാണെന്നാണ് വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ചില മറച്ചുവെക്കലുകളുണ്ട്. ഒന്നാമതായി, ഈ പറയുന്ന നിക്ഷേപക സംഘം ആരാണ്, ഏത് കമ്പനിയാണ്? കോടികളുടെ നിക്ഷേപം കൊണ്ടുവരുന്ന കമ്പനിയാണെങ്കിൽ അതിൻ്റെ പേര് വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് എന്താണ് തടസ്സം? എന്തായാലും ആ നിക്ഷേപകർ ആരാണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് സതീശൻ പറയുന്ന ഉത്തരം ഇതാണ്. അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യം? അതിനകത്ത് തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളോട് പറയാം. മനസ്സിലായി? ഞാൻ അവരെയും കൂടി വലിച്ചയച്ച് അതുകൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടാണ് ഈ സംഘം വരുന്നതെന്ന് സതീശൻ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊരു കൂടിക്കാഴ്ച നടന്നതായി തമിഴ്നാട് സർക്കാരോ മാധ്യമങ്ങളോ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതീവ രഹസ്യമായി വച്ചിരിക്കുന്ന ഈ അദൃശ്യ നിക്ഷേപകരെ കാണാൻ മുഖ്യമന്ത്രിക്ക് ഇത്രയും ധൃതി കൂട്ടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പണ്ട് വിവാദ വ്യവസായി അദാനിയുടെ സ്വകാര്യ ഫ്ലൈറ്റിൽ സതീശൻ യാത്ര ചെയ്തു എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം നൽകാനും സതീശൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ എടുത്തുപോയി കാണേണ്ട നിക്ഷേപകർ ആരായിരുന്നു എന്ന ചോദ്യത്തിനും സതീശൻ ഉത്തരം പറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും എല്ലാ മാധ്യമങ്ങളെയും വെട്ടിച്ച് സതീശൻ കാണാൻ പോയ ആ നിക്ഷേപകർ കില്ലാടികൾ തന്നെ. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. വന്ദേ ഭാരതിൽ പോകാനിരുന്ന താൻ നിക്ഷേപകർക്ക് ഡൽഹിയിൽ മടങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഹെലികോപ്റ്റർ എടുത്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഇത് കേട്ടാൽ തോന്നും താൻ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് സതീശൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നിക്ഷേപകർ കൊച്ചിയിലിരുന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയേ ഉള്ളോ വില എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഇത്രയും വലിയൊരു നിക്ഷേപക ചർച്ചയാണ് നടക്കുന്നതെങ്കിൽ ഔദ്യോഗിക ചർച്ചകൾക്കായി ഇവരെ തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തണമായിരുന്നു. അതിന് തയ്യാറാകാത്ത നിക്ഷേപകർക്ക് പിന്നാലെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററും വിളിച്ച് കൊച്ചിയിലേക്ക് പാഞ്ഞു എന്ന് പറയുന്നത് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ചർച്ചയ്ക്ക് വരുന്നവർ മുഖ്യമന്ത്രി പറയുന്നിടത്തേക്ക് വരില്ല എന്നതാണോ അവസ്ഥ? അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് എന്ത് വിലയാണുള്ളത്? കോർപ്പറേറ്റുകൾ വിരളിഞ്ഞൊടിക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ പറക്കാൻ നിൽക്കുന്ന ആളാണോ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി? ഒന്നുമേ പുറിയില്ലേ. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ഹെലികോപ്റ്റർ പറത്തിയാലും ഇല്ലെങ്കിലും മാസം 80 ലക്ഷം രൂപ വാടക കൊടുക്കാനുണ്ടെന്നും അതുകൊണ്ട് ഈ യാത്രയ്ക്ക് അധിക ചെലവില്ലെന്നുമാണ് സതീശൻ അടുത്തതായി വാദിക്കുന്നത്. സാങ്കേതികമായി ഇത് ശരിയായിരിക്കാം, പക്ഷേ രാഷ്ട്രീയമായി സതീശൻ്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പൊളിയുന്നത്.
ഇതേ ഹെലികോപ്റ്റർ കരാറിനെതിരെയും സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ മോഹങ്ങൾക്കെതിരെയും മുൻപ് നിയമസഭയിലും പുറത്തും ഏറ്റവും കൂടുതൽ ആക്രോശിച്ചതും ധൂർത്ത് എന്ന് വിളിച്ചതും വി.ഡി. സതീശനും കോൺഗ്രസുമായിരുന്നു. ഭാര്യാപിതാവിനെ കാണാനല്ല താൻ പോയതെന്ന് പരിഹസിക്കുന്ന സതീശൻ പണ്ട് താൻ ധൂർത്ത് എന്ന് വിശേഷിപ്പിച്ച അതേ ഹെലികോപ്റ്ററിൽ തന്നെയാണ് ഇപ്പോൾ യാത്ര നടത്തിയത്. ഫ്ലൈറ്റിലോ വന്ദേഭാരതിലോ മറ്റ് സാധാരണ മാർഗങ്ങളിലോ പോകാൻ മെനക്കെടാതെ ഈ ആഡംബരം ഉപയോഗിച്ചതിന് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഹെലികോപ്റ്ററിൻ്റെ മാസവാടകയും മറ്റും കണക്കുകൂട്ടി അതിൽ നിന്നും ഈ യാത്രയുടെ ചെലവ് കിഴിച്ചെടുത്താൽ ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് വി.ഡി. സതീശൻ നടത്തിയ ഈ യാത്രയ്ക്ക് ചെലവായി കണക്കാക്കാവുന്നത്. സതീശൻ യാത്ര ചെയ്തതല്ല വിഷയം. ഈ യാത്ര ചെയ്യുന്നതിന് മുൻപ്, അതായത് സതീശൻ ഭരണത്തിൽ കയറുന്നതിന് മുൻപ് ഈ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് സതീശനും കൂട്ടരും നടത്തിയ അപവാദം പറച്ചിലാണ് ഇവിടെ ആലോചിക്കേണ്ടത്. ജനങ്ങളുടെ നികുതിപ്പണം വെച്ച് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വന്തം ആവശ്യങ്ങൾക്ക് ഫ്രീ റൈഡായി ഉപയോഗിച്ചതിനെ ധൂർത്തെന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കുക? മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ട് അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫണ്ടിൽ നിന്ന് ആ പൈസ കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ആ ചരിത്രം ഒന്നും പറയിപ്പിക്കരുത്. അദ്ദേഹം നടത്തിയ യാത്രകളൊന്നും പറയരുത്. ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചില മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പാർട്ടി സമ്മേളനത്തിനും ഞാൻ പോയിട്ടില്ല. ഞാൻ ഔദ്യോഗികമായ ഔദ്യോഗികമായ ആവശ്യത്തിന് തന്നെയാണ് പോയത്. സംസ്ഥാനത്തിന് ഗുണപരമായ ഒരു കാര്യത്തിനാണ് പോയത്. തൻ്റെ യാത്രയെ ന്യായീകരിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ച ചരിത്രമാണ് സതീശൻ വിളമ്പുന്നത്. എന്നാൽ ചരിത്രം സതീശൻ വിചാരിക്കുന്നത് പോലെ വളച്ചൊടിക്കാൻ കഴിയില്ല. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അടിയന്തരമായി ഹെലികോപ്റ്ററിൽ എത്തിയത് ഏതെങ്കിലും വ്യക്തികളെയോ സ്വകാര്യ ഗ്രൂപ്പുകളെയോ കാണാനായിരുന്നില്ല. ഓഖി ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര സംഘവുമായി നിർണായകമായ ഔദ്യോഗിക ചർച്ച നടത്താനായിരുന്നു. മാത്രമല്ല, ആ യാത്രയുടെ തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ചുകൊണ്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലെ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. അന്ന് ഈ തുക നൽകിയത് CPM പാർട്ടി ഫണ്ടിൽ നിന്നാണ്. ഈ വസ്തുതകൾ മറച്ചുവച്ചാണ് സതീശൻ പുകമറ സൃഷ്ടിക്കുന്നത്. വി.ഡി. സതീശനോട് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ. മുൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക യാത്രയെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ചേർത്തതിനെ അന്ന് വലിയ തെറ്റായി ചിത്രീകരിച്ച താങ്കൾ ഇപ്പോൾ നിക്ഷേപകരുടെ പേര് പറഞ്ഞ് നടത്തിയ ഈ വട്ടപൂജ യാത്രയുടെ വലിയ തുക സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കാൻ തയ്യാറുണ്ടോ? അതായത് 15 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറുണ്ടോ? സതീശൻ കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് കൊടുത്താലും മതി. അപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. വയനാട്ടിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് വേണ്ട, എന്തിനാ ശവത്തിൽ കുത്തി വെറുതെ പഴി കേൾക്കുന്നത്?